ഏത് അസറ്റിനും ഹൈ റിസ്ക് അസറ്റ് എടുത്താൽ, ഇപ്പോൾ പ്രോപ്പർട്ടി എടുത്താൽ ഒരു 2003 തൊട്ട് 2005 വരെ ഒരു ഗോൾഡൻ പീരീഡ് ആയിരുന്നു. അതിനുശേഷം ഇപ്പം നമ്മൾ നോക്കിയാൽ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോപ്പർട്ടി വാല്യൂ കയറിയിട്ട് തന്നെ വളരെ സ്പെസിഫിക് ആയുള്ള ഏരിയാസിൽ കൂടിയിട്ടുണ്ടാകാം. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്താലും ഓരോ കറക്ഷൻസ് വരാം. കറക്ഷൻസ് കഴിഞ്ഞ് റിക്കവർ ചെയ്യുന്നുണ്ട്. കോവിഡിന്റെ സമയത്ത് 28% മാർക്കറ്റ് കറക്റ്റ് ചെയ്തു, പക്ഷെ 6 months കൊണ്ട് അത് റിക്കവർ ചെയ്തു. ഇപ്പൊ മെറ്റൽസ് എടുത്താൽ ഇപ്പം നമ്മൾക്കറിയാം, ഇപ്പം ഏറ്റവും ടോക്ക് ഉള്ള ഇത് സിൽവറും ഗോൾഡും ആണ്. പക്ഷെ ഒരു ലാസ്റ്റ് 2 years 3 years ബിഫോർ സിൽവർ ആൻഡ് ഗോൾഡ് റിട്ടേൺ ഇല്ലായിരുന്നു. ആക്ച്വലി നമുക്ക് ആ ഒരു ബ്രൈറ്റ്നസ് മാത്രമേ ഉള്ളായിരുന്നു, റിട്ടേൺ ഇല്ലായിരുന്നു. പക്ഷെ റിട്ടേൺ ഇല്ലാന്ന് വെച്ചാൽ നോമിനൽ റിട്ടേൺ ഉണ്ടായിരുന്നു. ഇതുപോലെ ഇന്നിപ്പോൾ സിൽവർ മോർ ദാൻ 100% അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആനുവൽ റിട്ടേൺസിലേക്ക് സിൽവർ തന്നിട്ടുണ്ടെങ്കിൽ ഏത് അസറ്റ്സിനും ഓരോ സൈക്കിളുണ്ട്. ഇപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരാളെ സംബന്ധിച്ച് അസറ്റ് അലോക്കേഷനാണ്. ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എവിടെയൊക്കെ അസറ്റ്സിൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ലാസ്റ്റ് 1 year സിംഗിൾ ഡിജിറ്റ് റിട്ടേൺ ആണ്. ചെറിയ സ്മോൾ ക്യാപ് എന്നൊക്കെ പറയും, ചെറിയ കമ്പനികളുടെ മൈനസ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്. അതേസമയം ഗ്ലോബൽ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം സൗത്ത് കൊറിയ 75% ആണ് തന്നെ, US 20% എന്നുള്ള ഓരോ കൺട്രീസ് എടുക്കുകയാണെങ്കിൽ ബാക്കി പല മേജർ കൺട്രീസും ഡബിൾ ഡിജിറ്റ് റിട്ടേൺ തന്നപ്പം ലാസ്റ്റ് ഇയർ ഇന്ത്യ സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പം ഈവൻ നമ്മൾ കൺട്രിക്ക് മേളിലായിട്ടും വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. കാര്യം ഇന്ത്യ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് ഗ്രോയിങ് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് കൺട്രി ഒക്കെ. പക്ഷേ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഈവൻ കൺട്രി വൈസ് പോലും ചെയ്യുന്ന നല്ലതാണ്.